അവിടെ ഇപ്പം നമ്മുടെ പേര് വെച്ചോണ്ടിരിക്കുക കേട്ടോ. നമ്മൾ അടുത്ത റോഡ് ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. എൻഡ് ടു എൻഡ്. ഇപ്പോൾ രാവിലെ തന്നെ ഇവിടെ നിന്നുള്ളൊരു വ്യൂ നോക്കി. ഇങ്ങനെ ഈ കടൽ കാണാം. ആമി മിന്നും കൂടെ കടൽ തേടി പോവാന്ന് തോന്നുന്നു. എവിടെയാടി പോകുന്നത്? ദൂരെ നോക്കി കടൽ. നല്ല രസമുണ്ട് കാണാൻ. സമയം ഇപ്പോൾ 8-8:30 കേട്ടോ. ഞങ്ങൾ എണീച്ചില്ല, ഇപ്പോൾ എണീച്ച് നല്ല സുഖത്തിൽ കിടന്നുറങ്ങി. നല്ല രസമുണ്ടായിരുന്നു ഇന്നലെ കിടന്നുറങ്ങാൻ. തണുപ്പും ഇല്ലായിരുന്നു, വലിയ മഴയോ അങ്ങനത്തെ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ രാവിലെ തന്നെ മിന്നു ചായയും കാര്യങ്ങളൊക്കെ ആക്കുന്നുണ്ട്. അമ്മി നമ്മൾ പോയി പല്ലൊക്കെ തേച്ചിട്ട് വന്നു കേട്ടോ. ഇനിയിപ്പം ചായ കുടിക്കുക, നേരെ പോവുക. എവിടെയായിരുന്നു? ലാൻഡ് സെൻറ്ററിലേക്കല്ല നമ്മൾ പോകുന്നത്. ലാൻഡ് സെൻറ്റർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാട്ടോ നമ്മൾ പോകുന്നത് ഇന്ന്. ആമി വെയിറ്റിംഗാ ചായക്ക് വേണ്ടിയിട്ട്. ഇത് കണ്ടോ കടൽ. ഇന്ന് അവിടെ ആയിരുന്നു കേട്ടോ സൂര്യൻ ഉദിച്ചത്. ഇപ്പം കാണുന്നില്ല, ഇപ്പം മേഘത്തിനിടയിൽ കയറി. പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല. 5 മണിക്കാണ് കണ്ട ഉദിച്ച്. ഞങ്ങൾ 8 മണിയായി. നമ്മൾ എണീച്ചപ്പോൾ 8 മണിയായി. അതുകൊണ്ട് പിന്നെ അത് കാണാൻ പറ്റിയില്ല. ഇപ്പം നമ്മളത് ചായക്കുള്ള പരിപാടിയാണ്. അവിടെ വെച്ചോ, ഞാൻ കുടിച്ചോളാം. അതായത് ആ പെണ്ണ് അതിനകത്ത് എന്തൊക്കെ ഇട്ട് ഇളക്കാൻ വരുന്നു. ആമീനെ കൊണ്ട് ഭയങ്കര നാട്ടങ്ങൾ. സാധനമൊക്കെ നിരന്ന് കിടക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഇതെല്ലാം റെഡിയാക്കി എടുത്തിട്ട് വേണം പോകാൻ. ഇപ്പോൾ തന്നെ ഫോണേ. ഇപ്പോൾ സമയം എത്രയെന്ന് അറിയാം? 9 മണിയായി. ഇന്നിപ്പോൾ ഇന്നലെ നല്ല രസമുണ്ടായിരുന്നു ഉറങ്ങാൻ. 9 മണിയായി. ഇനിയിപ്പോൾ പോകുമ്പോഴത്തേക്കും 10 മണി കഴിയും ഇവിടുന്ന് അല്ലേ? 10 മണി കഴിയും. പിന്നെ കുഴപ്പമില്ല, ലാൻഡ് സെൻറ്റർ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇന്ന് 1-2 സ്ഥലം നമ്മുടെ മനസ്സിലുണ്ട്. മിനാക് തിയേറ്ററും ലാൻഡ് സെൻറ്ററും. സെൻറ്റ് മൈക്കിൾസ് മൗണ്ട് അതെല്ലാം കണ്ട് ഇന്ന് 3 സ്ഥലം കാണാനുള്ളത്. അത് കണ്ടിട്ട് നമ്മൾ ഇവിടെ തന്നെ തിരിച്ചെത്തും അല്ലേ? ഇവിടെ മീൻസ് ഈ സ്ഥലത്ത് ഈ ക്യാമ്പ് സൈറ്റിലല്ല, വേറെ ക്യാമ്പ് സൈറ്റ് ആയിരിക്കും തിരിച്ചെത്തും. എല്ലാവർക്കും കോൺവാൽ റോഡ് ട്രിപ്പിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ എപ്പിസോഡ് 2 ആണ് അല്ലേ? അല്ല 3 സോറി, എപ്പിസോഡ് 3ലേക്ക് സ്വാഗതം. 3-ാമത്തെ ദിവസം നമ്മളിപ്പോൾ ക്യാമ്പ് സൈറ്റിലുള്ള. ഇനിയിപ്പോൾ ഇവിടുന്ന് ലാൻഡ് സെൻറ്ററിലേക്ക് പോകണം. അതെ, സമയം 10:30 10:30. ഞങ്ങൾ 8-8:30 വരെ കിടന്നുറങ്ങി. നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി കേട്ടോ. അതെ, ഇനിയിപ്പോൾ നേരെ നമ്മൾ ലാൻഡ് സെൻറ്ററിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്കിനി അവിടുത്തെ വിശേഷങ്ങളായിട്ട് കാണാം അല്ലേ? അങ്ങനെ നമ്മളിത് ലാൻഡ് സെൻറ്ററിൽ എത്തി കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെ വണ്ടിയുടെ പേയ്മെൻറ്റ് ഇവിടെ ചെയ്യണം, പാർക്കിങ്ങിനുള്ള. അതിട്ട് അകത്തോട്ട് കയറണം. അപ്പോൾ ഇതാണ് കേട്ടോ ലാൻഡ് സെൻറ്റർ. ഇനി ഇതിനകത്തോട്ട് പോയിട്ട് നമുക്ക് അതിൻ്റെ ഇതൊക്കെ കാണാൻ പറ്റും. അകത്തോട്ട് പോവാം. അങ്ങനെ ഇപ്പോൾ നമ്മളിത് കോൺവാളിൽ ലാൻഡ് സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. അതായത് ഒരു അറ്റമാണ് കേട്ടോ. അത് വെസ്റ്റേൺ കോൺവാളിൻ്റെ ഏറ്റവും അറ്റത്തുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ നമ്മളിനി ലാൻഡ് സെൻറ്ററിൻ്റെ ആ ഒരു അറ്റമൊക്കെ കാണാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ ഒരു ചെറിയൊരു ഷോപ്പിംഗ് ഏരിയ പോലെ ഫുള്ളൊരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് നടന്ന് കാണാം. അതേപോലെ തന്നെ ലാൻഡ് സെൻറ്ററിൻ്റെ ആ ഒരു ലാൻഡ് മാർക്ക് ഉണ്ടല്ലോ, അവിടെ പോയി നമുക്ക് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കണം. കമ്മൽപ്പൂവൊക്കെ പോലെ ഉണ്ട് അല്ലേ? അപ്പോൾ വാ, നമുക്ക് അവിടെ നിന്നൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് നടക്കാം. വാ, നമ്മുടെ മുന്നിൽ കാണുന്ന കേട്ടോ ലാൻഡ് സെൻറ്റർ സൈൻ പോസ്റ്റ്. നമുക്ക് അവിടുന്ന് നമ്മുടെ പേരൊക്കെ എഴുതി അതിനകത്ത് ഫോട്ടോ ഒക്കെ എടുക്കാം. കുറേ പേര് അങ്ങനെ എടുക്കുന്നുണ്ട്. പറ്റുവാണെങ്കിൽ നമുക്കും ചെയ്യാം കേട്ടോ. ഇനി എത്ര രൂപയാണെന്ന് അറിയത്തില്ല. ഇത് കണ്ടില്ല, അവരുടെ വെഡിങ് ആനിവേഴ്സറി ഡേറ്റ് ആണെന്ന് തോന്നുന്നു. ആ ഡേറ്റ് വെച്ചിട്ട് അവർ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇവിടെ കയറി ഫോട്ടോ എടുക്കണമെങ്കിൽ 10 പൗണ്ട് കേട്ടോ. 10 പൗണ്ട്, 10-11 പൗണ്ടുണ്ട്. എടുത്താലോ? എന്തായാലും ഇവിടം വരെ വന്നു. ഇനി വെയിറ്റിംഗ് ഉണ്ടോയെന്ന് അറിയില്ല. ഇത് ഒരുപാട് പേര് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. നോക്കട്ടെ. അപ്പോൾ ഇതൊക്കെയാട്ടോ ആ ഒരു സ്ഥലം. ലാൻഡ് സെൻറ്റർ എന്ന് പറയുന്നത് ഈ അവിടെ ഒരു ഇത് കാണുന്നുണ്ട്, എന്താ പറയുന്നത്, ലൈറ്റ് ഹൗസ് കാണുന്നുണ്ട്. അതേ അങ്ങ് അവിടെ കണ്ടോ, കടലിൻ്റെ ആ ഒരു സൈഡിലായിട്ട്. നല്ല രസമുണ്ട് കേട്ടോ സ്ഥലം കാണാനൊക്കെ. ഈ കാണുന്നതാണ് UK മാപ്പ്. നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ കേട്ടോ. ലാൻഡ് സെൻറ്റർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെയാണ് ഉള്ളത്. ഇതാണ് കോൺവാൾ. നമ്മളിത് മൊത്തം ഇപ്പോൾ ഇങ്ങനെ വന്ന് റോഡ് ട്രിപ്പാണ്. തിരിച്ച് നമ്മൾ ഇവിടെ എത്തും. ഈ വെയിൽസ് നമ്മൾ ഓൾറെഡി കവർ ചെയ്തു കേട്ടോ. നമ്മൾ റോഡ് ട്രിപ്പ് കഴിഞ്ഞു. പിന്നെ ഇംഗ്ലണ്ടും ഇപ്പോൾ ഏകദേശം നമ്മൾ ഇവിടെ ഈ ഭാഗത്തെല്ലാം പോയി. കുറേ സ്ഥലം ഇനി ബാക്കിയുണ്ട്. പിന്നെ നമുക്ക് പോകാനുള്ളത് സ്കോട്ട്ലാൻഡും ഈ ഒരു ഹെഡ്. ഇതാണ് എൻഡ് ടു എൻഡ് എന്ന് പറയുന്നത്. ഇതുണ്ടോ ലാൻഡ് സെൻറ്റർ ജോണോ ഗ്രോട്ട്സ് അല്ലേ? സ്കോട്ട്ലാൻഡിൻ്റെ ടോപ്പാണ്. ഇതാണ് എൻഡ് ടു എൻഡ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്യൂ ഉണ്ട് കേട്ടോ. നമ്മളും ക്യൂവിലേക്ക് നിൽക്കാൻ പോവാം. അവിടെ ഇപ്പം നമ്മുടെ പേര് വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ പേര് അതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അവിടെ നിന്ന് എടുത്ത ഫോട്ടോ നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഫോട്ടോ മേടിക്കാൻ വേണ്ടി പോവാം. മിന്നു ആമീനകത്ത് കയറിയിട്ട് 1 മണിക്കൂറായി. അങ്ങനെ നമ്മുടെ ഫോട്ടോ കയ്യിൽ കിട്ടിട്ടോ. എന്ത് ചെയ്യും നമ്മുടെ ഫോട്ടോ? എന്ത് ചെയ്യും? ഇത് കണ്ടില്ലേ, ഇവിടെ നമ്മുടെ പേരുണ്ട് കേട്ടോ. പേരും ഇന്നത്തെ ഡേറ്റും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു മെമ്മറി അല്ലേ അല്ലേ? ഇങ്ങനെയൊക്കെ എടുക്കണം. എന്ത് ചെയ്യും നമ്മുടെ ആമി? എന്ത് ചെയ്യും?
ആമി എന്നാ പരിപാടി ഇവിടെ? ദുബായ് ട്രിപ്പിലാണ് നമ്മൾ ഫോട്ടോ എടുത്ത് മരിച്ചത്. ഒന്നിനും യൂസ് ആയില്ല അത് അല്ലേ, വെറുതെ. പക്ഷെ മെമ്മറിയാണ്, അത് നമ്മൾ കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ ആദ്യമായിട്ട് ഒരു വിദേശയാത്ര നടത്തിയത് ദുബായിലായിരുന്നു. അവിടെ തൊട്ട് തുടങ്ങിയ യാത്രയാണ് നമ്മുടെ ഇത്. ചമ്മിയെ ഇത് ഭയങ്കര ക്യൂട്ടാന്ന് പറഞ്ഞ ആമി. എന്തുവാടി ആമി മടുത്തു പോയോ? ആമയ്ക്ക് അവിടുന്ന് മമ്മ മേടിക്കാത്തതിന് അവിടുന്ന് മമ്മ വേണമായിരുന്നോ? അത് കണ്ട ഇവിടെ അവിടെ ഒരു മമ്മം കിട്ടുന്ന കടയുണ്ടായിരുന്നു, അവിടുന്ന് മേടിക്കുന്നായിരുന്നു അല്ലേ? നീ ഇത് കഴിക്കുന്നത് അവിടുന്ന് മേടിച്ചത് നമ്മള് കഴിച്ചു എനിക്ക് ഇല്ലേ? വാടി, അവളുടെ ആഗ്രഹമില്ല അവിടുന്ന് കഴിക്കാം. ബാ എന്നാല് അവിടുന്ന് മേടിക്കണോ? എന്നാ അവിടെ പോയി മേടിക്കാം. നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന കേട്ടോ ഇംഗ്ലണ്ടിലെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് റിഫ്രഷ്മെന്റ് ഹൗസ് അല്ലേ? അപ്പോൾ അവിടുന്ന് ആമയ്ക്ക് ഇപ്പോൾ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. ഇപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ ആക്ച്വലി അത് റൗണ്ട് വെച്ചിങ്ങ് വന്നു, അവിടെ ഒന്ന് വേണ്ടാന്ന് വിചാരിച്ചിങ്ങ് വന്നേ. പക്ഷെ ആമയ്ക്ക് അന്നേരത്തേക്ക് മമ്മം വേണം അവിടുന്ന്. അപ്പം അതെ, എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ. അങ്ങനെ നമ്മൾ അവിടുന്ന് മമ്മം മേടിച്ചു കേട്ടോ. ആമി മമ്മം കഴിക്കുക. ഒന്നും കിട്ടുന്നില്ലല്ലോ ആമി സ്പൂണിൽ. ഇതാട്ടെ ലാസ്റ്റ് കട, നമ്മൾ ഈ കടയിൽ നിന്ന് മേടിച്ചു. ഇതിനകത്ത് നമ്മൾ കയറിയപ്പം ഇവിടെ മൊത്തം സ്റ്റോറി പറയുന്നത് എൻഡ് ടു എൻഡ് ജേണിയുടെ കാര്യമാണ് അല്ലേ? അതായത് ലാൻഡ്സ് എൻഡ് തൊട്ട് ജോണോഗ്രോഡ്സ് വരെയുള്ള യാത്ര. അപ്പം നമ്മളൊരു കാര്യം തീരുമാനിച്ചു, നമ്മളും ഇത് കംപ്ലീറ്റ് ചെയ്യണം. വേണ്ടേ? ഇതുണ്ട് ഇവിടെ എല്ലാവരെയും കൊടുക്കുന്നുണ്ട് കേട്ടോ, ആരൊക്കെ കംപ്ലീറ്റ് ചെയ്തു ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ തുണി ഇല്ലാതെ വരെ ഈ ഒരു യാത്രയ്ക്ക് ഇറങ്ങി തിരിച്ച ആൾക്കാരുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, പല രീതിയിൽ ആൾക്കാർ ഇത് കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ UK വന്നിട്ട് ഇത് രണ്ടാമത്തെ റോഡ് ട്രിപ്പാണ്. ഒന്ന് നമ്മൾ വെയിൽസിൽ പോയി, ഇതിപ്പോൾ കോൺവാൾ. നമ്മൾ അടുത്ത റോഡ് ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ എൻഡ് ടു എൻഡ്, അതായത് ലാൻഡ്സ് എൻഡ് തൊട്ട് ജോണോഗ്രോഡ്സ് വരെയുള്ള ഒരു യാത്ര, UKയുടെ രണ്ടറ്റം. അങ്ങനെ നമ്മൾ ലാൻഡ്സ് എൻഡ് കണ്ട് ഇറങ്ങി കേട്ടോ. ഇനി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവാണ്. തിയേറ്ററിലേക്ക് പോവാം. അതെ, നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ മിനാക് തിയേറ്റർ ആണ്. അപ്പോൾ നമ്മളിനി അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്. നമ്മളിപ്പോൾ മിനാക് തിയേറ്ററിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ ചുറ്റും കാണുന്നതാണ് മിനാക് തിയേറ്റർ ഏരിയ. ഈ ഒരു തിയേറ്ററിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പൺ സ്റ്റേജ് തിയേറ്റർ ആണ്. അത് കടലിനെ ഫേസ് ചെയ്തിട്ടുള്ള ഒരു തിയേറ്ററാണ്. ഇവിടെ ഇപ്പോഴും ആക്റ്റീവായിട്ട് ഷോയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈസ്റ്റർ തൊട്ട് ഒക്ടോബർ ആ ഒരു ടൈമിലാണ് ഇവിടെ മെയിനായിട്ട് ഷോസും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇതിൻ്റെ ഒരു വ്യൂ ഒരു അടിപൊളി തിയേറ്ററാണ് കേട്ടോ. ഇത് നമുക്കിങ്ങനെ ജസ്റ്റ് ഷോ കാണാൻ വരുന്നത് മാത്രമല്ല, നമുക്ക് ഈ ഒരു ലാൻഡ്സ്കേപ്പ് കാണാൻ തന്നെയായിരിക്കും ആൾക്കാർ കൂടുതൽ ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഈ കാണുന്ന കേട്ടോ ഈ തിയേറ്ററിൻ്റെ ഒരു സ്റ്റേജ് എന്ന് പറയുന്ന ഭാഗം അല്ലേ? ഇത് കണ്ടില്ലേ, ഇതൊക്കെയാണ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്. നോക്കി എല്ലാവരും ഇരിക്കുന്നുണ്ടോ. നമ്മളിവിടെ ഇപ്പോൾ ആമിയുടെ ഒരു പെർഫോമൻസ് നടത്താൻ പോവാ. ഡാൻസ് കളിച്ചോ? ആമീനെ അങ്ങോട്ട് കയറ്റി വിട്. അത് ആമി പോവാട്ടോ. ആമിയുടെ ഫസ്റ്റ് അരങ്ങേറ്റം ഇവിടെ നിന്ന് തന്നെ ആയിക്കോട്ടെ. ആ ആമി ഡാൻസ് കളിക്കേ. കണ്ടോ? അങ്ങനെ നമ്മൾ ആ മിനാക് തിയേറ്റർ കണ്ടു കഴിഞ്ഞു കേട്ടോ. ഒത്തിരി താഴോട്ട് ഇറങ്ങാനുണ്ട്, അതേപോലെ തന്നെ കയറി വരാനുണ്ട്. അപ്പോൾ നല്ലോണം ക്ഷീണിച്ചു. പിന്നെ ഇനി അടുത്ത് നമ്മൾ പോകുന്ന സ്ഥലമായിരുന്നു മൗസ് ഹോൾ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇനി നമ്മൾ അടുത്ത് പോകുന്നത്. അപ്പോൾ അവിടുത്തെ വ്യൂ എല്ലാം കണ്ടിട്ട് ഇതുണ്ട്. ഈ ചെടി കണ്ടോ? ഇത് നാട്ടിലുള്ള പോലത്തെ ചെടിയല്ലേ? ചെടിയില്ലേ ഇതുപോലത്തെ കണ്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുന്നവർ പ്രീ ബുക്ക് ചെയ്ത് വരാൻ ശ്രമിക്കുമല്ലോ. ഞങ്ങൾ ചെയ്തിട്ടില്ലായിരുന്നു. നമ്മൾ ആക്ച്വലി ബുക്ക് ചെയ്തില്ലായിരുന്നു. എന്തോ ഭാഗ്യത്തിന് ഇവിടെ വന്ന് നമ്മളൊരു ഫ്രണ്ടിനെ കണ്ടു. അവര് പറഞ്ഞു ബുക്ക് ചെയ്തത് ഭാഗ്യത്തിന് 3 മണിക്ക് കറക്റ്റ് നമ്മൾ വന്ന സമയത്ത് സ്ലോട്ട് കിട്ടി. അതാണ് ദൈവം നമ്മളെ കൂടെ ഉണ്ട്. പ്രാർത്ഥിച്ചിട്ടൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിൻ്റെ ഒരു ഗുണം അതാ. വാടി മിന്നു. അല്ല ആമി വാ വാ, ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകണ്ടേ? വേണ്ടേ? പിന്നെ എന്നാ ചെയ്യണ്ടേ? അവൾക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒത്തിരി ഫ്ലവേഴ്സൊക്കെ ഉള്ള കാരണം അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ ഈ യാത്രയിലെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടോ. അതെ, ആ കാണുന്നതാണ് സെൻറ്റ് മൈക്കിൾ മൗണ്ട്. എന്തായാലും നമ്മൾ ഇന്ന് അങ്ങോട്ടേക്ക് പോകുന്നില്ല. അപ്പോൾ നമ്മളുടെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തു കേട്ടോ. മിന്നും ആമിയും കൂടെ അവിടെ കാഴ്ചകളൊക്കെ കണ്ടോണ്ടിരിക്കുക. എന്നാടി ആമി നോക്കുന്നത് നീ?
കളിക്കുന്നതൊക്കെ നോക്കുക. വെള്ളത്തിൽ ഇന്ന് സത്യം പറഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ ഇരിക്കാം. ഇവിടെ അധികം കാറ്റില്ലല്ലോ ഇന്ന്. പക്ഷെ വണ്ടിയിൽ മൊത്തം മണലാവും, ആ ഒരു പ്രശ്നമുണ്ട്. അത് സാരമില്ല, അത് നോക്കിയിട്ടൊന്നും കാര്യമില്ല. ഇറങ്ങുന്നോ? ഇറങ്ങിയാൽ മണലാവും, ഇല്ലാന്നുണ്ടെങ്കിൽ നേരെ വീട്ടിൽ പോയാൽ മതി. ഇതേ അങ്ങോട്ട് പിന്നെ ബോട്ട് സർവീസിലാട്ടോ പോകേണ്ടത്. നമ്മൾ എന്തായാലും പോകുന്നില്ല. അവിടെ പോയാൽ ഈ പറഞ്ഞ പോലെ അതൊന്നും കാണത്തില്ല അല്ലേ. അപ്പം ഇങ്ങനെയാണ് സംഭവം. ഇവിടുന്ന് ബോട്ട് സർവീസാണ്. എന്തായാലും നമ്മൾ ഇന്ന് പോകുന്നില്ല. ഞങ്ങളപ്പോൾ ഇന്നത്തെ കറക്കമൊക്കെ നിർത്തിയിട്ട് ഇപ്പം ബീച്ചിൽ വെറുതെ ഇരിക്കും കേട്ടോ. ഇതേ നമ്മളെ സെൻറ്റ് മൈക്കിൾ മൗണ്ട് അതേ അവിടെ കാണാനുണ്ട്, കണ്ടില്ലേ. ഞങ്ങൾ ഇവിടെ ഇരുന്ന് മണ്ണ് വാരിക്കൊണ്ടിരിക്കുക. ഇന്ന് ഇവിടെ കാറ്റില്ല കേട്ടോ, അതൊരു സമാധാനം. എന്റെ പൊന്നോ, എങ്ങനെ എന്തല്ല പറയുന്നത് നോക്കി മിന്നു. മണലിലൊക്കെ കളിച്ച് കഴിഞ്ഞ് തിരിച്ചെത്തിട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു ആമി? ആമി ഫുള്ള് വെള്ളത്തിൽ കിടന്ന് ചാടി അല്ലടി. നമ്മൾ തിരിച്ചെത്തിട്ടാ. ഇപ്പം അതേ അങ്ങോട്ടേക്കുള്ള വഴിയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിയല്ലേ. നമുക്ക് നടന്നു പോവാം. ഇത് കണ്ടില്ലേ, ഇപ്പം അവിടെ നിന്ന് ആ കല്ല് വരെ ഉള്ള വഴി തെളിഞ്ഞു. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ അതും കൂടെ ഇറങ്ങുന്നതായിട്ട്. ഇപ്പം നല്ലോണം വെള്ളം ഇറങ്ങി കേട്ടോ. നമ്മൾ വന്നപ്പോൾ ആ പാറക്കെട്ടൊന്നും കാണുന്നില്ലായിരുന്നു. ഇപ്പോൾ ആ പാറക്കെട്ടൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോയാലോ? നമുക്ക് പോയിട്ട് ഫിഷ് ആൻഡ് ചിപ്സ് കഴിക്കാം. നല്ല രസമായിരിക്കും. മുംബൈയിലുണ്ട് ഇതുപോലെ ഒരു സ്ഥലം, എന്താ ഒരു ഹാജിയലി. അല്ലല്ല, അതല്ല, അത് കുറേ ദൂരം, അത് ബോട്ടിൽ പോകണം. ഹാജിയലി എന്ന് പറഞ്ഞിടത്ത് ഇതേപോലെ വഴി കൂടെ പോകണം. അത് ഞാൻ പോയിട്ടുണ്ട് അവിടെ. എന്നൊരു കാര്യം ചെപ്പുവാടി, നമുക്ക് പോയിട്ട് ഫിഷ് ആൻഡ് ചിപ്സ് കഴിക്കാം. അത് കഴിഞ്ഞിട്ട് നേരെ ക്യാമ്പ് സൈറ്റിൽ പോയിട്ട് അടിച്ചു വിളിക്കാം. ഗുഡ് ഗേൾ. അങ്ങനെ നമ്മളത് ചിക്കൻ ചിപ്സ് അങ്ങനെ നമ്മൾ ഫിഷ് ആൻഡ് ചിപ്സ് മേടിച്ചു കേട്ടോ. ഇപ്പം ഇരുന്ന് തിന്നോണ്ടിരിക്കുക. ആമയാണെങ്കിൽ അതിലേ എറിയുക. എടി തിന്നുമെല്ലാം പറക്കി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ കുത്തി തിന്നണത്. അങ്ങനെ ഉണ്ട് പിന്നോ. എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇത് ടേസ്റ്റ് ഉണ്ട്. കാരണം ഇത് ഈ കടലിൽ നിന്ന് പിടിക്കുന്നതായോണ്ടായിരിക്കും അല്ലേ. ആ കടലിൽ നിന്നല്ല പിടിച്ച. ഇപ്പൊ വെള്ളം നല്ലതായിട്ട് ഇറങ്ങി കേട്ടോ. നമുക്കത് അങ്ങ് വരെയുള്ള വഴി കാണുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ ഈ ഒരു പാറയിലൊക്കെ കയറാൻ വേണ്ടി പോവാ. നടക്കാം, പക്ഷെ ഇപ്പം അത് പറ്റുമോന്ന് അറിയില്ല. അവരങ്ങനെ സമ്മതിക്കുമോന്ന് അറിയില്ല. കുറച്ചും കൂടെ ഇറങ്ങി അങ്ങ് അതിന്റെ ഫ്രണ്ട് വരെ പോവാം. കാണുന്നുണ്ട്. ആ ഇത് കണ്ടില്ലേ, നേരത്തെ ഇവിടെ അങ്ങ് അതിന്റെ ആ സ്റ്റെപ്പ് വരെ വെള്ളമായിരുന്നു കേട്ടോ. നമ്മളങ്ങനെ ക്യാമ്പ് സൈറ്റിലെത്തിയിട്ടോ. നമ്മളിപ്പോൾ ടെൻ്റൊക്കെ നിർത്തി. ഇനി ഫുഡാക്കാനുള്ള പരിപാടിയാണ്. എന്നാടി പരിപാടി? ഫുഡാക്കുവാണോ? ആമയാട്ടോ ഇന്ന് ഫുഡാക്കുന്നത്. ഇപ്പോൾ മിന്നു വണ്ടിയുടെ ബാക്കിലുള്ള സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അതല്ലേ, ഇട്ട തുണികളെല്ലാം നമ്മൾ കവറിലാക്കി വേസ്റ്റൊക്കെ മാറ്റി. ഇന്ന് ഒറ്റ ദിവസത്തെ വേസ്റ്റാണ് നമ്മൾ കറങ്ങിയപ്പോൾ കിട്ടി. ഫുഡാക്കി എന്തുവാ ഇപ്പോൾ ഫുൾ ടൈം ആമീനെ കാണിച്ചുകൊണ്ടിരിക്കണേ വ്ളോഗിനകത്ത്. നിന്നെ കാണിക്കുക. നീ വേഗം ആക്ക് ഫുഡ്, വിശക്കുന്നു. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സെറ്റായിട്ടോ. ഇനിയിപ്പോൾ ഫുഡ് വെക്കുവാണ് ഞങ്ങൾ. അതിന് മുന്നേ ഒരു മാങ്ങയൊക്കെ മുറിച്ച് തിന്നാന്ന് വിചാരിച്ചു. മാങ്ങ മുറിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഉപ്പും മുളകൊക്കെ കൂട്ടി. പഴുത്തതാ, 2 ദിവസമായി വണ്ടിയിലിരിക്കുന്നു. പഴുത്തല്ല ഓൾറെഡി. ആമി തിന്നാൻ റെഡി ആയിരിക്കുന്നു. നോക്കി താന്ന് പറഞ്ഞിട്ട് ബി ആമയും കൂടി ഇവിടെ കളിയാണ്.
അപ്പോഴത്തേക്ക് ഞാൻ വൈകിട്ടത്തേക്ക് രാത്രിക്കത്തേക്കുള്ള ഫുഡിൻ്റെ കാര്യമൊക്കെ നോക്കുക. അവിടെ അപ്പനും മോളും കളിയാ. വീടല്ലേ ആമിക്കുട്ടാ, കളിക്ക്. ഇത് ബലൂൺ എവിടെയാ? കളിച്ച് കളിച്ചിപ്പോ വേറെ ഗ്രൗണ്ടിൽ പോവല്ലോ. എങ്ങനെ ചിരിക്കുന്ന ആമിക്കുട്ടൻ ചിരിക്കുന്ന കാണിച്ച് കാണട്ടെ.